ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശരഭംഗ മന്ദിരപ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പുക്കാൻ സാക്ഷാലീശ്വരനെ മാംസേഷണങ്ങളെ കൊണ്ട് വിഷാതാപസവരൻ പൂജിച്ചു ഭക്തിയോടെ. കന്ദപക്വാദികളാലാദിത്യം ചെയ്തു ചിത്താനന്ദമുക്കൊണ്ട് ശരഭംഗനും അരുൾ ചെയ്തു. ഞാനനേകം നാളുണ്ട് പാർത്തിരിക്കുന്നതത്ര ജാനകിയോടും നിന്നെ കാൺമാനായാശയാലേ ആർജവബുദ്ധ്യാചിരം താപസ ബഹുതരം ആർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയില്ല. മർത്യനായി പിറന്നൊരു നിനക്കു തന്നീടിനേ നദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ച് ബഹുകാലം പാർത്തു ഞാനിരിക്കുന്നത് ബന്ധവുമറ്റ് കൈവല്യത്തെയും പ്രാപിക്കുന്നേ. ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരിക്കുന്നിത് ബന്ധവുമറ്റ് കൈവല്യത്തെയും പ്രാപിക്കുന്നേ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പാദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേ നന്ദസന്തതം ചരാചര ജന്തുക്കളന്തർഭാഗേ വസന്തം ജഗന്നാഥം. ശ്രീരാമം ദുർവാദളശ്യാമളമംബോജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം. സൗമിത്രിസേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം. കുണ്ഠഭാവവും നീക്കി സീതയാം രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ച്
ലോകേശപാദം പ്രാപിച്ചിടിനാൻ തപോധനൻ. ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ, നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാൻ. പാകശാസനൻ പാദാംഭോജവും വണങ്ങിനാൻ. മൈഥില്യ സൗമിത്രിണ താപസഗതി കണ്ട് കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരി മുഖ്യന്മാരുമൊക്കെ പോൽ സ്വർഗവും മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വരുന്നതു കേട്ട് ചണ്ഡദീതികുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകീദേവിതാനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദവും ചെയ്തവർകളോട് ആഭോഗാനന്ദ വിവശന്മാരായരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമ തൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ധാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനാൻ ജാതനായത് ഭുവി മാർത്താണ്ഡകുലത്തുങ്കൽ. ലക്ഷ്മണനാകുന്നത് ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്ക് തീർത്തിടുവാനെന്നു നൂനം. നാനാ താപസകുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോന്നീടേണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൻ. എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനിപർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടും എല്ലുകളുമെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രവ മൂലമെന്തോ നിത്രയുണ്ടാവാനോ. തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം. രാമഭദ്രാ നീ കേൾക്ക, മുനിസത്തമന്മാരെ കൊന്ന നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശമസ്തിവ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിദ്ധം കാരുണ്യപരവശചിത്തനായോരു പുരുഷോത്തമൻ അരുൾ ചെയ്തു.
നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സൽസംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിരു വത്സരം ത്രയോദശം അക്കാലം കാണായി വന്നു. സുതീഷ്ണാശ്രമപ്രവേശം. വിഖ്യാതമായ സുതീഷ്ണാശ്രമം മനോഹരം, മുഖ്യതാപസകുലശിഷ്യ സഞ്ജയപൂർണം, സർവതൃഗുണഗണസമ്പന്നമനുപമം, സർവപാദബലദാൻഗുൽമസംകുലസ്ഥലം, സർവസൽ പക്ഷിമൃഗഭുജംഗനിഷേവിതം. രാഘവനവരജൻ തന്നോടും സീതയോടും ആഗതനായി എന്നതു കേട്ടൊരു മുനിശ്രേഷ്ഠൻ, കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ, സംപ്രീതൻ രാമമന്ത്രോപാസനരതൻ, മുനി സംഭ്രമത്തോട് ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു. സംപൂജിച്ചരുളിനാൽ അർഘ്യപാദ്യാദികളാൽ ഭക്തി പൂണ്ട ശ്രുജലനേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ, നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിച്ച് ഞാൻ മൽഗുരു നിയോഗത്താൽ ബ്രഹ്മശങ്കരമുഖവന്ദ്യമാം പാദമല്ലോ നിന്മഹാമായാർണവം കടപ്പാനൊരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ, വേദ്യമല്ലൊരു നാളും ആരാലും ഭവത്തത്വം. ത്വത്ഭക്തഭൃത്യഭൃത്യഭൃത്യനായിടണം ഞാൻ, ത്വൽപാദാംബുജം നിത്യമുൾക്കാമ്പിലുദിക്കണം. പുത്രഭാര്യാർത്ഥ നിലയാന്ത കൂപത്തിൽ വീണ് ബദ്ധനായി മുഴുകിയിടുമെന്നെ. നിന്തിരുവടി ഭക്തവാത്സല്യ കരുണാ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടണമേ സത്വരം ദയാനിധേ. മൂത്രമാംസാമേത്യാന്ധ്ര ഉൽഗലപിണ്ഡമാകും ഗാത്രമൂർത്തോളം അതിൽ കശ്മലം അതിങ്കലുള്ളാസ്തയാം മഹാമോഹപാശബന്ധവും ഛേദിച്ചാർത്തിനാശന ഭവാൻ വാഴ്കനുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും. തന്മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ തന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ. ദേവപാദങ്ങളെപ്പോലെ വിശ്വേശ്വരാ പോറ്റി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ വായുധൻ ഗുണങ്ങളാൽ രുദ്രപങ്കജഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭഗവാൻ വാഴുന്നു മഹാത്മനാം. നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ
നിത്യമെങ്ങനെ അറിഞ്ഞുപാസിപ്പൂ ഞാൻ ദയാനിധേ. അദൈവ ഭവച്ചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മൽത്തപോ ബലവശാൽ. തന്മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മ മായാരൂപമാ കർമ്മണ അഗോചരമായൊരു ഭവദ്രൂപം തന്മായാ വിടംബനരഹിതം മാനുഷ്യകം മന്മല കോടി കോടി സുഭഗം കമനീയം കാരുണ്യപൂർണനേത്രം കാർമുകബാണധരം സ്മേരസുന്ദരമുഖം അജിനാംബരധരം ശ്രീലാസംയുതം സുമിത്രാത്മജനിഷേവിതപാദപങ്കജം നീലനീരതകളേവരം കോമളം അതിശാന്തം അനന്തഗുണം അഭിരാമമാത്മാരാമമാനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷമതു മമ നേത്രഗോചരമായോരിത്തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം. മുറ്റിടും ഭക്ത്യാ നാമമുച്ചരിക്കായിടണം. മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി. വന്ദിച്ചു കോപ്പി സ്തുതിച്ചീടിന മുനിയോട് മന്ദഹാസവും പൂണ്ടു രാഘവൻ അരുൾ ചെയ്തു. നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പൊരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനി. സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ച് മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടാത്മരായുള്ള ഭക്തന്മാർക്ക് ചിന്തിച്ച വണ്ണം തന്നെ കാണാൻ വന്നീടുമല്ലോ. ത്വൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം മർത്യന് വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാം. അല്പവും അതിനുള്ള സംശയം നിരൂപിച്ച താപസോത്തമാ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ഉണ്ടൊരാഗ്രഹം തവ ആചാര്യനാമഗസ്ത്യനെ കണ്ടു വന്നിച്ചു കൊള്ളുവാൻ എന്തതിനാവതിപ്പോൾ. തത്രൈവ കിഞ്ചിൽ കാലം വസ്തുവുമുണ്ടത്യാഗ്രഹം എത്രയുമുണ്ടടുത്തത് അഗസ്ത്യാശ്രമം മുനേ. ഇതം രാമോക്തി കേട്ട് ചൊല്ലിയിടിനാൻ സുതീഷ്ണനും. അസ്തുതേ ഭദ്രമത് തോന്നിയതിന്ന് ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ. വട്ടമെന്നിയെ വസിക്കേണം ഇന്നിവിടെ നാം. ഒട്ടുനാളുണ്ട് ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ. പുഷ്ടമോദത്തോടൊക്കെ തക്കെ പോയി കാണാമല്ലോ. ഇതമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ധാരം ചെയ്ത് സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാമുനിയോടും ജാനകീ ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നിതുരാമൻ അഗസ്ത്യാനുജാശ്രമേ ജവം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും. വന്യഭോജനവും ചെയ്തന്നവരെല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നൊരു ശേഷം
അഗസ്ത്യ സന്ദർശനം. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം സർവർദ്ദു ഫലകുസുമാഢ്യപാദഫലതാം സമൃതം നാനാമൃഗസഞ്ജയ നിഷേവിതം. നാനാപക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം നന്ദന സമാനമാനന്ദാനാഢ്യം മുനി നന്ദന വേദധ്വനി മണ്ഡിതമനുപമം. ബ്രഹ്മശ്രീ പ്രവരന്മാരമരമുനികളും സമ്മോദം കൊണ്ടുവാഴും മന്ദിര നികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവസ്തുക്കളുമുണ്ട് അറ്റമില്ലാതെ വണ്ണം. ബ്രഹ്മലോകവും ഇതിനോട് നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും. ആശ്ചര്യമോരോന്നിവ കണ്ടു കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ. വിശ്രമിച്ചനന്തരം അരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനിപ്പോൾ വേഗേന ചെന്ന് ഭവാൻ അഗസ്ത്യമുനീന്ദ്രനോടാഗതനായാരെന്നുണർത്തിച്ചേരണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരീ വസിച്ചിടുന്നിതുവാശ്രമം. ശ്രുത്വാ രാമോക്തം സുധീഷ്ണൻ മഹാപ്രസാദം ഇത്യുക്ത സത്വരം ഗത്വാചാര്യമന്ദിരം മുദാ നത്വാതം ഗുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘൂത്തമ ഭക്തസഞ്ജയവൃതം. രാമമന്ത്രാർത്ഥ വ്യാഖ്യാ തൽപരം ശിഷ്യന്മാർക്കായിക അതം അഗസ്ത്യമാത്മാരാമം മുനീശ്വരം. ആരൂഢ വിനയം കൊണ്ടാന തത്ര വക്ത്രത്തോടും ആരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രാമനാം ദാശരഥി സോദരനോടും ദ്വിജഭാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാർത്ഥേ നിൻ തൃക്കടലിണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്ത. ഭദ്രം ദേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദിസ്ഥിതം ഭക്തവത്സലം ദേവം. പാർത്തിരുന്നീടുന്നു ഞാൻ എത്ര നാളുണ്ട് കാൺമാൻ. പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നളിനാക്ഷം. ഇത്യുക്ത സരപസമുദ്ധായ മുനിപ്രവരോത്തമൻ മഖേ ചിത്തമത്യാന്തഭക്ത്യാ മുനിസത്തമന്മാരോടും നിജ ശിഷ്യസഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രഭക്തം പാർത്തരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദൃഷ്ട്വാ ചിരമദ്ദൈവ സമാഗമം. യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സാമ്പ്രപ്തനായിതു ഭവാൻ. ആദ്യവാസരം മമ സഫലമത്രയല്ല അത്തവ സാഫല്യവും വന്നിതു ജഗൽപദേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും
തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്ത്യാദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഠാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാഢസ്പർശന പരമാഹ്ലാദജാത ശ്രവന്നേത്രാഗീലലാകുലനായ താപസവരൻ ഏകേന കർണേ സംഗ്രഹ്യ രോമാഞ്ചാൻവിതം രാഘവനുടകരപങ്കജം അതിദ്രുതം സാശ്രമം ജഗാമ ഹൃഷ്ടാത്മാമുനിശ്രേഷ്ഠനാശ്രിത ജനപ്രിയനായ വിശ്വേശം രാമം പാദ്യാർഘ്യസനമധുപർക്കങ്ങളും മുഖ്യങ്ങളും ആപാദ്യ സംപൂജ്യ സുഖമായ ഉപവിഷ്ടം നാദ വന്യഭോജ്യങ്ങൾ കൊണ്ട് സാദരം ഭുജിപ്പിച്ചു ധന്യനാം താപസനേകാന്തേ ചൊല്ലിടിനാൻ. അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്ത് ഞാനിരുന്നിതു നൂനം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു. ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല പാപാകരണം ചെയ്തിടുവൻ. ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലമാരാപഹരണം ചെയ്തിടുവൻ എന്ന് തന്നെ. സാരസാനന സകലേശ്വരാദയാനിധി ഞാനന്നു തുടങ്ങി വന്നിവിടവാണീടിനേൻ. ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോക സൃഷ്ടിക്കും മുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധിവിരഹിതൻ തന്നുടെ മായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതിയാ മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവാക്യാകൃതമെന്ന് ഉപനിഷദ്വശാൽ മായാദേവിയ മൂലപ്രകൃതിയെന്നും ചൊല്ലും. മായാതീതമെല്ലാം സംസ്കൃതി എന്ന് ചൊല്ലും. വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലു. നിന്നുടെ നിയോഗത്താൽ മഹത്വത്തിങ്കലേ നിന്നുണ്ടായി വരുന്നു പുനരഹങ്കാരവും പുരാ. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്ന് സൂക്ഷ്മ തന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോ രൂപങ്ങളായ ദൈവതങ്ങളും
പിന്നെ സാത്വകത്തിങ്കൽ നിന്ന് മനസ്സുമുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്തസ്ഥല സഞ്ജയത്തിങ്കൽ നിന്ന് ദിവ്യനാം വിരാൾപുമാൻ ഉണ്ടായതെന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷ ദിവ്യ ജ്യോതിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഖ പൂർണമായുണ്ടായി വന്നു. ത്വന്മായാ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനും ഉണ്ടായി വന്നു. ലോക സൃഷ്ടിക്ക് രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകനാശനായ ധാതാനാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്ന് രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ച് ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിൽ നിന്നെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ അവ്യയനല്ലോ നാദ. യാതൊരു കാലം സൃഷ്ടിവാനിച്ഛിച്ചു ഭവാൻ മോനോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായത് ഭവാൻ ത്വന്മഹാമായ രണ്ട് വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യ വിദ്യ എന്നല്ലോ ചൊല്ലൂ നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യവും സംസാരികൾ എന്നവശ്യം തത്വജ്ഞാനന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ. തന്മന്ത്രോപാസകന്മാരായിട്ടുള്ള ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യദാനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വൽഭക്തി സമ്പന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. തൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തി ശ്രീരമണാത്മാരാമ കാരുണ്യാമൃതേ സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവാൻ ധരാവതേ. സാധു സംഗതി തന്നെ, എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദജ്ഞരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ. ബോധിപ്പിച്ചിടുവാത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിർവൃത്താഖിലകാരന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈകപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാർ
ഏകാന്തേ ശമതമസാധനയുക്തന്മാരായി സാധുക്കളവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണേ ഗതിയുണ്ടാ. ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാനമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ ത്വൽഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കണമേ ദയാനിധി. ത്വൽപാദാബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിലും ഇന്നുൾപൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകേണം. ഇന്നല്ലോ സഫലമായി വന്നത് മമ ജന്മമിന്ന് മൽകൃതുക്കളും വന്നിത് സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നത് മന്നേത്രവും. സീതയാ സാർത്ഥം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട. നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നീണം ദയാംബുധേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ. ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ജാവം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും. ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും. 2 യോജന വഴി ചെല്ലുമ്പോൾ അവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്കപോയി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി. ശ്രുത്വൈതൽ സ്തോത്രസാരം അഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി. ബാണജാവാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യ പാദാംബുജം. യാത്രയുമയപ്പിച്ച് സുമിത്രാത്മജനോടും പ്രീത്യ ജാനകിയോടും എഴുന്നള്ളിയിടുന്നേരം. വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാംബുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടുന്നേരം.